ഹിജ്റയുടെ 1-ാം ദിവസത്തെ അവസാനത്തെ സ്പോട്ടായ ഖുറാഉൽ ഗമീമിലേക്കാണ് നമ്മൾ പോകുന്നത്. പെട്ടെന്ന് തന്നെ ടെൻ്റ് അടിച്ച് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങണം. അല്ലാഹു 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 അല്ലാഹു. അങ്ങനെ അൽഹംദുലില്ലാ നമ്മൾ ഈ രാവിലെ തഹജ്ജുദ് നിസ്കാരവും സുബ്ഹി നിസ്കാരവും അതിനുശേഷമുള്ള അദ്കാറുകളും മറ്റു ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഏതായാലും ഈ ഒരു ഖുറാഉൽ ഗമീം എന്ന് പറയുന്ന ഒരു സ്ഥലം ഇപ്പോൾ ഞങ്ങൾ ആദ്യ ദിവസം താമസിച്ചെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ സ്ഥലത്തിന് എന്തൊക്കെ പ്രത്യേകതകളാണ് ഉള്ളത്? പ്രധാനമായും 3 പ്രത്യേകതകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സംഘവും ഇവിടെ ഹിജ്റക്ക് പോകുമ്പോൾ വിശ്രമിച്ചു എന്നത് തന്നെയാണ് ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത്തേത് ഹുദൈബിയ സന്ധി ഉണ്ടാകാൻ കാരണമായത് ഇവിടം വെച്ചാണ്. അതിന് കാരണം ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹുവും 200 പടയാളികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്ഫാനിലെത്തി എന്ന വിവരമറിഞ്ഞപ്പോൾ നബിയെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നു. അങ്ങനെ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിയപ്പോൾ ഇവിടെ വെച്ച് കാണുകയും അവർ മുസ്ലിങ്ങളായി മാറുകയും ചെയ്തു. അവർ സഹാബികളായി മാറി. അതാണ് രണ്ടാമത്തെ പ്രത്യേകത. അപ്പോൾ ഹുദൈബിയ സന്ധിയിലേക്ക് നയിച്ച ഒരു കാരണം ഇവിടെ വെച്ച് സംഭവിച്ചു. മൂന്നാമത്തെ പ്രത്യേകത സൂറത്തുൽ ഫത്ഹ് അഥവാ മക്ക വിജയം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കുന്ന ആ പരിശുദ്ധമായ സൂറത്തിൻ്റെ ആദ്യ ഭാഗം അള്ളാഹുവിൻ്റെ ഹബീബിന് അവതീർണമായത് ഇവിടെ വെച്ചാണ്. ഇങ്ങനെ 3 പ്രത്യേകതകൾ ഖുറാഉൽ ഗമീമിനുണ്ട് എന്ന് ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാവും. മാഷാ അല്ലാഹ്. ഏതായാലും അങ്ങനെ നമ്മുടെ ആദ്യത്തെ ദിവസം കഴിഞ്ഞു. നിബിതങ്ങളുടെ ദിവസം പോലെ തന്നെ ഇനി ഇൻഷാ അല്ലാഹ് 8 ദിവസത്തെ യാത്ര അല്ലേ. ഓരോ അടുത്തടുത്ത് നെക്സ്റ്റ് നമ്മൾ എവിടേക്കാണ് പോകുന്നത്? അടുത്ത നമ്മൾ അസ്ഫാനിലേക്കാണ് പോകുന്നത്. അസ്ഫാൻ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അസ്ഫാനിലേക്ക് പോകണം. അങ്ങനെ നമുക്ക് രാത്രി എവിടെ നമ്മൾ ഇൻഷാ അല്ലാഹ് ഉമ്മു മഅബദ് റളിയല്ലാഹു അൻഹയുടെ ഖൈമയടക്കമുള്ള ഭാഗങ്ങൾ ഇന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് പാസ് ചെയ്യാൻ കഴിയുന്ന ആലോചിക്കുന്നു. ഇൻഷാ അല്ലാഹ് അവിടെ ഖൈമ കെട്ടാൻ പറ്റുമോ നമുക്ക് നോക്കാം ഇൻഷാ അല്ലാഹ്. ഏതായാലും അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിട്ടോ. മാഷാ അല്ലാഹ്. നല്ല മുട്ട ഓംപ്ലേറ്റും കിബ്ദയും ബ്രെഡൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള അടിപൊളിയായിരുന്നു. അപ്പോൾ അങ്ങനെ ചായയൊക്കെ കുടിച്ചു. നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. നെക്സ്റ്റ് എവിടെയാണ് നമ്മൾ പോകുന്നത്? നമ്മൾ അസ്ഫൽ ഉസ്ഫാൻ അഥവാ വെസ്റ്റേൺ ഉസ്ഫാൻ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഈ പ്രദേശത്തിന് ഇപ്പോൾ ഫജ്ജുൽ കരീം എന്ന പേരും അറിയപ്പെടുന്നു. അതിൻ്റെ മുമ്പ് നമുക്ക് ആടിൻ്റെ പാലൊന്ന് പിടിക്കണം. ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ ആടിൻ്റെ പാല് കിട്ടാനൊരു ലൊക്കേഷനിലേക്ക് വന്നു. മാഷാ അല്ലാഹ്. അവിടെ ഒരു പാകിസ്ഥാൻ ഉണ്ടായിരുന്നു. അങ്ങനെ ചെമ്മരി ആടും കുറേ ചെറിയ കുഞ്ഞാടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നോക്കിയേ എന്താ രസമല്ലേ. അപ്പോൾ അവിടെ നമ്മളങ്ങനെ ആട്ടിൻ പാലൊക്കെ കുടിച്ചു. മാഷാ അല്ലാഹ്. എന്നിട്ട് നമ്മളിപ്പോൾ ഇവിടെ നേരെ പോവാണ് ഇൻഷാ അല്ലാഹ്. പിന്നെ ഇങ്ങനെ പ്രദേശവാസികളോടൊക്കെ നമ്മൾ ഈ സ്ഥലം നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ. 8 ദിവസം നീണ്ടു നിന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റ യാത്രയുടെ 2-ാം ദിവസം ഖുറാഉൽ ഗമീമിൽ വെച്ച് പ്രഭാത നിസ്കാരമൊക്കെ കഴിഞ്ഞ് നേരെ അസ്ഫലു ഉസ്ഫാനിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. വെസ്റ്റേൺ ഉസ്ഫാൻ എന്ന് ഇംഗ്ലീഷിൽ ഇതിൻ്റെ പരിഭാഷ കാണാം. അപ്പോൾ ഇവിടെ വന്നു. അതിനിടയിൽ ഒരു കിണറുണ്ടായിരുന്നു അവിടെ. ആ കിണറിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളം കുടിച്ചു എന്ന് ഇപ്പോഴും ആ കിണർ അങ്ങനെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. നമുക്കവിടെ എത്തിപ്പെടാൻ സാധിച്ചില്ല. ചില സാങ്കേതിക പ്രശ്നങ്ങൾ അവിടെയുണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റൊരിക്കൽ അവിടേക്ക് എത്തിപ്പെടാം. ആ സ്ഥലം ഈ ഉസ്ഫാൻ്റെ ഈ ബാക്ക് കാണുന്ന ഈ മലയും ഈ ഭാഗം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും ഇൻഷാ അല്ലാഹ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഒരു സ്ഥലത്തിലൂടെ അസ്ഫൽ ഉസ്ഫാനിലൂടെ പാസ് ചെയ്തെന്ന് പറഞ്ഞല്ലോ. ഇത് കൂടാതെ വേറെ വല്ല പ്രത്യേകതയും ഉണ്ടോ ഇസ്ലാമിക ചരിത്രത്തിൽ? തീർച്ചയായിട്ടും 2 പ്രത്യേകതകൾ കാണാം. ഒന്ന്, ഒരു വിശ്വാസിയുടെ നിസ്കാരത്തിൻ്റെ പ്രാധാന്യം സൂചിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്വലാത്തുൽ ഖൗഫ്. എത്ര ഭയമുള്ള സന്ദർഭത്തിലാണെങ്കിലും നിസ്കാരം ഒഴിവാക്കാൻ അള്ളാഹു നമുക്ക് കൽപ്പന നൽകുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് ഒരു യുദ്ധമൊക്കെ നടന്ന് ഒരു മനുഷ്യൻ ഭയപ്പെടുന്ന സന്ദർഭത്തിൽ എങ്ങനെ നിസ്കരിക്കണമെന്ന് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസായിലെ 102-ാമത്തെ സൂക്തം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ ആയത്ത് അവതീർണമായത് ഇവിടെ വെച്ചാണ്. വഇദാ കുന്ത ഫീഹിം ഫഅഖംത ലഹുമുസ്സലാത്ത ഫൽതഖും മാഹും എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ ആയത്ത് അത് ഇറങ്ങിയത് ഇവിടെ വെച്ച് അസ്ഫൽ ഉസ്ഫാനിലാണ്. ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത് അതുപോലെ തന്നെ അതും നിസ്കാരത്തിൻ്റെ മഹത്വം തന്നെയാണ് സൂചിപ്പിക്കുന്നത്. യാത്രയിലാണെങ്കിൽ പോലും നിങ്ങൾ നിസ്കാരം ഒഴിവാക്കാൻ പാടില്ല. പക്ഷെ ഒരു ആനുകൂല്യം നിങ്ങൾക്കുണ്ട്. എന്താണ്? 4 റക്അത്തുള്ള നിസ്കാരങ്ങൾ ചുരുക്കി 2 റക്അത്താക്കി നിസ്കരിക്കാനുള്ള അവകാശമുണ്ട്. അതുപോലെ മുന്തിച്ച് ജമ്മാക്കുവാനും പിന്തിച്ച് ജമ്മാക്കി നിസ്കരിക്കുവാനും ഉള്ള അവകാശമുണ്ട്. ആ 2 നിയമവും ഇറങ്ങിയതും ഇവിടെ വെച്ചാണ്. അഥവാ ഇവിടെ വെച്ച് ഇറങ്ങിയെന്നല്ല, മറിച്ച് ഈ ഉസ്ഫാനിലേക്കുള്ള ദൂരം, മക്കയിൽ നിന്ന് ഉസ്ഫാനിലേക്ക് ഒരാൾ വരുന്ന ദൂരം, അത് 2
മർഹല ദൂരമാണെന്നാണ് മനസ്സിലാക്കുന്നത്. ആ 2 മർഹല കണക്കാക്കിയത് ഉസ്ഫാൻ എന്ന സ്ഥലം വെച്ചുകൊണ്ടാണ്. അതായത് ഇപ്പോൾ ആധുനികതയിൽ നമ്മൾ 132 കിലോമീറ്റർ ആണ് ജമ്മു കസറിന്റെ 132 കിലോമീറ്റർ സെയിം ആയിരിക്കും ഇങ്ങോട്ടേക്ക്. അതെ, ഈ പഠനം മർഹല, അന്ന് റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ കിലോമീറ്റർ ഇല്ലല്ലോ, അപ്പൊ അന്ന് മർഹലത്തൈൻ എന്നാണ് പറയുന്നത്. അപ്പൊ മർഹലത്തൈൻ എങ്ങനെയാണ് കണക്കാക്കുന്നത്? ഒരാള് 2 രാത്രി കൊണ്ട് നടന്നെത്തുന്ന, അഥവാ ഒരു രാവ് ഒരു മനുഷ്യന് നടക്കാൻ കഴിയുന്ന അത്ര നടന്നു. ഇപ്പൊ ഏകദേശം ഒരു പകൽ ഒരു 30-35 കിലോമീറ്റർ നടന്നു. രണ്ടാമത്തെ ദിവസം ഒരു അങ്ങനെ നടന്നു, രാത്രിയും കുറച്ച് നടന്നു. അങ്ങനെ ഒരാൾക്ക് ഒരു ദിവസം ഏകദേശം ഒരു 55 കിലോമീറ്റർ പരമാവധിയിലെ 50-55 കിലോമീറ്റർ നടക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു നടത്തത്തിൻ്റെ ദൂരം കണക്കാക്കാൻ മക്കയിൽ നിന്ന് ഉസ്ഫാനിലേക്കുള്ള ദൂരമാണ് അതിന് കണക്കാക്കിയതെന്ന് പറഞ്ഞു. കാരണം കൃത്യമായി റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ കിലോമീറ്റർ ഇല്ലല്ലോ. അപ്പം നബി കിലോമീറ്റർ ഇല്ലാതെ നമുക്ക് ആധുനിക കാലഘട്ടത്തിൽ മൈലും കിലോമീറ്ററും ഒക്കെ പറയുമ്പോഴുള്ളൊരു വ്യത്യാസമാണ്. അപ്പം 112 പറയുന്നവർ മൈലെന്ന് പറയുന്നു, 132 കിലോമീറ്റർ പറയുന്നു. ഇങ്ങനെ വ്യത്യാസങ്ങൾ അത് അവരുടെ പഠനത്തിലുള്ള ചുരുക്കത്തിൽ അതിൻ്റെ യഥാർത്ഥ രീതി 2 മർഹലത്തേൻ എന്ന് പറഞ്ഞാൽ 2 രാത്രികളെ കൊണ്ട് ഒരാൾക്ക് എത്താൻ പറ്റുന്നത്. ഏത് മൃഗപ്പുറത്ത് യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കാൽനടയായി എന്നല്ലാതെ എന്തല്ല, നമ്മളെ വാഹനത്തിൽ 2 ദിവസം എന്നല്ല. 132 അന്നത്തെ കാലത്ത് മർഹലത്തിൽ നമ്മുടെ ഈ വെള്ളത്തിന്റെ ഇതിലും 2 കൊല്ലത്തെയിൻ എന്ന് കാണാം. അതൊക്കെ ഓരോ അളവാണ്, ഓരോ മെഷർമെന്റുകളും അന്നത്തെ കാലത്ത് നിലവിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് നിർണ്ണയിക്കുന്ന സംവിധാനം, അളവുകളുടെ സംവിധാനമാണ്. അങ്ങനെ അസ്ഫലു ഉസ്ഫാനിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാദിൽ റൗല വഴിയാണ് പാസ് ചെയ്തത് എന്ന് നമുക്ക് കാണാം. അങ്ങനെ അൽ ഗൗല വാലിയിൽ നിന്ന് നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോകുന്നത് നഖറ വഴിയാണ്. നഖറ എന്ന് പറഞ്ഞാൽ ഈ വിശാലമായി കിടക്കുന്ന ട്രാക്റ്റ് ഓഫ് ലാവാസ്, ഈ ലാവ കിടക്കുന്ന ട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ലാവയുള്ള ഏരിയക്കാണ്, വിശാലമായി കിടക്കുന്ന ഏരിയക്കാണ് ട്രാക്റ്റ് എന്ന് സാധാരണ ഇംഗ്ലീഷിൽ പറയാം. അറബിയിൽ അതിന് റൈ എന്ന് പറയും, റായ ഐൻ. അപ്പോൾ ഈ റൈയിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്നത്. അപ്പോൾ ഇതൊരു സൈഡിലാക്കി, ഒരു ഭാഗത്തേക്കാക്കി ജബലുൽ അഖല്ലുണ്ട്, ജബലുൽ അഖല്ല് ലക്ഷ്യം വെച്ചാണ് പോകുന്നത്. ജബലുൽ അഖല്ല് കഴിഞ്ഞ് വാദി ഉവൈജയിലേക്കാണ്. വാദി ഉവൈജ ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 2ാം ദിവസത്തെ യാത്രയിൽ പ്രഭാത നിസ്കാരം ഖുറാ ഉൽ ഉമൈമിൽ നിന്ന് നിർവഹിച്ച് അസ്ഫൽ ഉസ്ഫാനിൽ നിന്നും നേരെ വാദി ഗൗല വഴി പിന്നെ എത്തിപ്പെട്ട സ്ഥലമാണ് ഈ ഇത് നീണ്ടു കിടക്കുന്ന ട്രാക്റ്റ്. ഈ കറുത്ത കല്ലുണ്ടല്ലോ, കറുത്ത ഇത്തരം കല്ലുകൾ ഇങ്ങനെ കിടക്കുന്ന ധാരാളം, ഈ കല്ലുകളെ കൊണ്ട് ഒരു നീണ്ടു കിടക്കുന്ന ഒരു പ്രദേശമാണിത്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റ വഴിയിലെ ഒരു സ്റ്റേഷനാണ്. അങ്ങനെ ഓരോ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു 8-10 സ്റ്റേഷനുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നിടുന്നുണ്ട്. ഈ സ്റ്റേഷനുകൾ പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്നു എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പക്ഷേ ചിലപ്പോഴൊക്കെ റസൂലുള്ളാഹി ഈ ട്രാക്റ്റ് പ്രത്യേകമായിട്ട് എണ്ണാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടങ്ങളിലൊക്കെ ഒരു ചെറു വിശ്രമം നടത്തിയിട്ട് വേഗം പാസ് ചെയ്യാൻ. ഉച്ച സമയത്ത് എത്തുന്ന സ്ഥലത്ത് അവിടെ ചെറുതായി വിശ്രമിക്കും, കാരണം വെയിൽ ശക്തിപ്പെടുന്ന സമയത്ത്. അതേപോലെ രാത്രിയാകുമ്പോൾ അവിടെ ഉറങ്ങും ചെയ്യും. നേരത്തെ പുറപ്പെട്ട് ഉച്ചയാകുമ്പോൾ അവിടെ ഉറങ്ങും. പിന്നെ ആ ഉറക്ക് ഒരു ചെറിയൊരു വിശ്രമം നടത്തി സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റുന്നതോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും മുന്നോട്ട് പോകും. അതായിരുന്നു പ്രവാചകരുടെ യാത്രയുടെ രീതി. ഹിജ്റയുടെ പദസഞ്ചയങ്ങൾ വിലയിരുത്തുമ്പോൾ പടിഞ്ഞാറൻ അസ്ഫാൻ മുതൽ വീണ്ടും പരിചിതമല്ലാത്ത വഴികളിലൂടെയാണ് ഹിജ്റ സംഘം മുന്നോട്ട് നീങ്ങിയതെന്ന് കാണാം. ഇടയ്ക്കിടെ വീണ്ടും സുപരിചിതമായ കാഫില വഴികളിൽ റോഡ് ചെന്ന് ചേരുന്നുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നഖറ ട്രാക്റ്റിൽ നിന്നും ഇങ്ങനെ സഞ്ചരിച്ച് ഇവിടെ എത്തി. ഇവിടെ ഇതിൻ്റെ പേര് വാദി ഉവൈജ എന്നാണ്. വാദി ഉവൈജ, ഇവിടെ ഒരു ഉവൈജ കിണറുണ്ട്. അതേപോലെ പഴയ കാലത്ത് തന്നെ പ്രസിദ്ധമായൊരു വാദിയാണ്. ഇനി അങ്ങോട്ട് നമ്മളെ യാത്രക്ക് ഓഫ് റോഡിലാണ്. അപ്പോൾ ടയറിൻ്റെ എയറൊക്കെ കുറച്ചിട്ട് നമ്മൾ തയ്യാറെടുപ്പ് നടത്തുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്കിങ്ങനെ നേരെ അങ്ങോട്ട് പോകാം. ഉവൈജയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാസ് ചെയ്ത വഴിയാണ് ഇത്. പണ്ട് കാലത്തെ അറബികൾ എപ്പോഴും വരാറുള്ള ഒരു വഴിയായിരുന്നു. അപ്പോൾ ഈ അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖത്ത് എന്ന വളരെ പ്രമുഖനായ എക്സ്പേർട്ടായ വഴിയുടെ രംഗത്തുള്ള ഒരു GPS, അക്കാലത്ത് ഒരു GPS എന്ന് അദ്ദേഹത്തെ വിളിക്കാം. വഴിയിലൂടെ അഥവാ ശത്രുക്കളുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ടുള്ള അവരുടെ യാത്രക്ക് അത്തരമൊരാളുടെ സഹായം ആവശ്യമാണല്ലോ. അവർക്ക് ഇതൊക്കെ അറിയാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ എത്തിപ്പെടാൻ പോകുന്ന ഉമ്മു മഅബദ്, ഈ ഉമ്മു മഅബദ് റളിയല്ലാഹു അൻഹയുടെ ഖൈമ അവിടെ ഉണ്ടെന്നും അവരിങ്ങനെ യാത്രക്കാർക്കൊക്കെ ഒരു അഭയകേന്ദ്രമായി, ഒരു ഇസ്തിറാഹയായി പ്രവർത്തിക്കുന്ന ഒരാളാണെന്നൊക്കെ ഉള്ള വിവരം ആരുടെ അടുത്തുണ്ട്? അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖത്തിന്റെ അടുത്തുണ്ട്. അതുകൊണ്ടാണ് അവിടെ എത്തിപ്പെടുന്നത്. ഉവൈജ വാലിയിൽ നിന്നും അൽ അഖല്ല് പർവ്വതം ഇടതുവശത്താക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും മുന്നോട്ട് നീങ്ങി. ഒരല്പനേരം ഓഫ് റോഡിൽ യാത്ര ചെയ്ത്
നേരെ ജുംദാൻ മലയുടെ അടുക്കലേക്കാണ് നമുക്ക് പോകാനുള്ളത്. അങ്ങനെ നമ്മൾ ഡെസേർട്ട് ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചില ആളുകൾ ഹിജ്റ വഴിയിലൂടെ ബസ്സിലൂടെയൊക്കെ വരാറുണ്ട്. പക്ഷേ എനിക്കൊന്നും അങ്ങനെ വന്നാലൊന്നും ശരിക്കും ഇതേ നിബിധങ്ങൾ പോയ വഴിയിൽ ഇങ്ങനെയുള്ള ഡെസേർട്ട് ഡ്രൈവിങ്ങിലുള്ള ഒരു ഫീലൊന്നും കിട്ടൂല കേട്ടോ. നാളെ മറ്റന്നാൾക്ക് നമ്മൾ വലിയ കൊടും കാട്ടിലൂടെയൊക്കെ പോകും. അപ്പോൾ അതിലൂടെ ഒന്നും സാധാരണ ഹിജ്റ പോയ ആളുകളൊന്നും നമുക്ക് പോകുന്നത് കാണൂല. കാരണം എല്ലാ പോയിന്റുകളും നമ്മൾ ഈ 4x4 ഫോർഡ് വണ്ടി ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് അൽഹംദുലില്ലാ ഏതായാലും ചെറിയൊരു പണി കിട്ടിയിട്ട് നമ്മുടെ കാറിന്. അപ്പോൾ ഡെസേർട്ടിൽ നമ്മളിതൊക്കെ പ്രതീക്ഷിച്ചിട്ട് തന്നെയാണല്ലോ വരുന്നത്. അപ്പോൾ ഇങ്ങനെ കുറേ സമയം ടയറൊക്കെ ഇങ്ങനെ തിരിഞ്ഞ് ലാസ്റ്റ് നമ്മുടെ ഉസ്താദ് അടക്കം എല്ലാവരും കൂടി തള്ളാണ് കേട്ടോ. നോക്കിയേ സഫാൻ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി നമ്മുടെ കൂടെ വന്ന എല്ലാവരും കട്ടക്ക് തള്ളാണ്. മാഷാ അല്ലാഹ് ഉസ്താദ് അടക്കം എല്ലാവരും ഇതാ തള്ളിയിട്ട് ഒറ്റ പോക്ക് അൽഹംദുലില്ലാ. ഏതായാലും വണ്ടി ശരിയായി സെറ്റാണ്. നമ്മളിങ്ങനെ പോകുന്ന വഴിയിൽ ചെറിയൊരു ചെടി കണ്ടു. ഇതെന്താണ് ഇതിൻ്റെ പേര് അറിയുന്ന ഒരു കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഒരു കായൊക്കെ ഉണ്ട്, എന്താണെന്നറിയില്ല, മരുഭൂമിയിൽ കണ്ടൊരു ചെടിയാണ്. അങ്ങനെ വാദി ഉവൈജയിൽ നിന്നും ഒരുപാട് മരുഭൂമികൾ താണ്ടി നമ്മൾ ഈ കാണുന്ന ജുംദാൻ മലയുടെ താഴ്വരയിലെത്തുകയാണ്. ജുംദാൻ മല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വലതുവശത്താക്കി ഹറ അൽ ഖുലൈസ ലക്ഷ്യമാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ബക്കാവിയ എന്ന് പറയുന്ന ഭാഗം ലക്ഷ്യമാക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നീങ്ങുന്നതായി കാണാം. ഈ ജുംദാന് വേറെ വല്ല ചരിത്ര പ്രത്യേകത ഉണ്ടോ? പരിശുദ്ധമായ ഹദീസിൽ ജുംദാനെ കുറിച്ച് പറയുന്നുണ്ട്. ഫഖദ് റവാ അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ്. കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസീറു ഫീ തരീഖി മക്ക, മക്കയിലേക്കുള്ള വഴിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം നടക്കുകയായിരുന്നു. ഫമറ അലാ ജബലിൻ യുഖാലു ലഹു ജുംദാൻ, ജുംദാൻ എന്ന് പേരുള്ള ഒരു മലയുടെ അരികിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു. ഫഖാൽ, അപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് പറയാൻ, സീറു, നിങ്ങൾ പെട്ടെന്ന് പോകൂ, പെട്ടെന്ന് നടക്കൂ. ഹാദാ ജുംദാൻ, ഇത് ജുംദാൻ മലയാണ്. സബഖൽ മുഫരിദൂൻ, അതെ, ഒറ്റപ്പെട്ട് നടക്കുന്ന ആളുകളൊക്കെ വിജയിച്ചിരിക്കുന്നു. കാലു, ആ സഹാബത്ത്, കൂടെയുള്ള സഹാബത്ത് ചോദിക്കുകയാണ്, വമൽ മുഫരിദൂൻ റസൂലെ, ഈ മുഫരിദൂൻ എന്ന് പറഞ്ഞാൽ എന്താണ്? യാ റസൂലല്ലാഹ്, ഓ അള്ളാഹുവിൻ്റെ പ്രവാചകരെ, അതെന്താണെന്നൊന്ന് പറയാൻ സാധിക്കുമോ? ഖാൽ, അള്ളാഹുവിൻ്റെ ഹബീബ് പറയാണ്, അദ്ദാകിറൂന വദ്ദാകിറാത്ത്, അദ്ദാകിറൂന അല്ലാഹ കസീറ വദ്ദാകിറാത്ത്, അള്ളാഹുവിനെ ധാരാളം ദിക്ർ ചെല്ലുന്ന ആൾ, നന്നായി അള്ളാഹുവിനെ ദിക്ർ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനെ ഓർക്കുന്നവരും അള്ളാഹുവിനെ സ്മരിക്കുന്നവരുമായ ആണുങ്ങളും പെണ്ണുങ്ങളും അവരെ വിളിക്കുന്ന പേരാണ് മുഫരിദൂൻ. അങ്ങനെ അവർ ഒക്കെ രക്ഷപ്പെട്ടിരിക്കുന്നു, നിങ്ങളും അതുപോലെ ആവണം, നന്നായി അള്ളാഹുവിനെ ദിക്ർ ചെല്ലണം. അപ്പോൾ നന്നായി ദിക്ർ ചെല്ലണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഈ ജുംദാൻ മലയുടെ താഴ്വാരത്താണ് ഇപ്പോൾ നാം നിൽക്കുന്നത്. ഇത് ഹിജ്റ റൂട്ടിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റക്ക് പോകുന്ന സമയത്ത് ഈ മല വലത് സൈഡിലാക്കി പോയി എന്ന് മാത്രമല്ല ഈ മലയുടെ അരികിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പലപ്പോഴും നടന്നതായി ഹദീസുകളിൽ കാണാം. യഹ്തല്ലു ജബൽ ജുംദാൻ മകാനതൻ ഹാമ്മതൻ വദാലിക ലിവുറൂദിഹി, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പല യാത്രകളിലും ജുംദാനിൻ്റെ ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ചു. ഹിജ്റക്ക് മാത്രമല്ല, പല യാത്രകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജുംദാൻ്റെ താഴ്വരകളിലൂടെ സഞ്ചരിച്ചു എന്ന് സീറയുടെ ഗ്രന്ഥങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ജുംദാൻ മല പിന്നിട്ട് നേരെ അംജ്, പടിഞ്ഞാറൻ അംജിലാണ്. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് അംജ്, പടിഞ്ഞാറൻ അംജ്. ഇതൊരു ഗ്രാമമാണ്. സൗദി അറേബ്യയിൽ 10,000-കണക്കിന് ഗ്രാമങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു ഗ്രാമമാണ് അംജ്. ഈ ഗ്രാമത്തിലൂടെയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് നടക്കുന്നത്. പടിഞ്ഞാറൻ അംജ് കഴിഞ്ഞ് നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബക്കാവിയ എന്നറിയപ്പെടുന്ന ഈ ഭാഗത്താണ് എത്തിയത്. ബക്കാവിയ എന്ന് ഇന്നത്തെ ഭാഷയിൽ ഹറത്തുൽ ഖുലൈസ, അറബിയിലെ ഹറത്തുൽ ഖുലൈസ അഥവാ ഖുലൈസ ട്രാക്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ വിശാലം, ഈ ലാവ കല്ലുകൾ, ഇങ്ങനെ കറുകറുത്ത കല്ലുകൾ ധാരാളമായി ഇവിടെ കാണാം. ഈ ഏരിയയിലൂടെയാണ് പാസ് ചെയ്യുന്നത്. അടുത്തതായിട്ട് എങ്ങോട്ടാണ് പോകുന്നത്? അടുത്തതായി നമ്മൾ ഇൻഷാ അല്ലാഹ് ഹിജ്റ ചരിത്രത്തിൽ എല്ലാവരും ഓർത്തിരിക്കുന്ന മഹദി ഉമ്മു മഅബദ് റളിയല്ലാഹു അൻഹ, നമുക്ക് അങ്ങോട്ട് നടക്കാം ഇൻഷാ അല്ലാഹ്. ഓക്കെ. അപ്പോൾ ഇനി അടുത്തതായിട്ട് പോകുന്നത് ഉമ്മു മഅബദ് റളിയല്ലാഹു അൻഹയുടെ ടെൻറ്റ് സ്ഥിതി ചെയ്ത സ്ഥലത്തേക്കാണ്. ഈ ഹിജ്റ എന്ന് കേട്ടപ്പോൾ ആദ്യം തന്നെ എൻ്റെ മനസ്സിൽ ഓടിയെത്തിയൊരു പേരായിരുന്നു മഹദി അവറുകളുടെ. കാരണം ഞാൻ ഉസ്താദായിട്ടുള്ളൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, നബി തങ്ങളെ ഏറ്റവും കൂടുതൽ നന്നായി വർണ്ണിച്ച മഹദി അത് ഉമ്മു മഅബദ് റളിയല്ലാഹു അൻഹയാണെന്ന്. അപ്പോൾ വല്ലാത്തൊരു അനുഭൂതിയാണ് ഇപ്പോൾ നേരെ ഇട്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് നിസ്കാരം കഴിച്ച് നേരെ അങ്ങോട്ട് വിടാം. അപ്പോൾ അൽഹംദുലില്ലാഹ് നമ്മളെ ബക്കമയിൽ നിന്ന് ഉമ്മു മഅബദ് റളിയല്ലാഹു അൻഹയുടെ ഖൈമ ലക്ഷ്യമാക്കിയാണ് നമ്മൾ പോകുന്നത്. മഅബദ് റളിയല്ലാഹു അൻഹയുടെ ഖൈമ ഈ മരത്തിൻ്റെ തൊട്ടടുത്തായിരുന്നു. ഇവിടെ ബട്ടർഫ്ലൈ കൂട് കൂട്ടിയെന്ന്
പറയുന്നുണ്ട്. അതുപോലെ മഹദി ഉമ്മു മഅബദ് റളിയല്ലാഹു അൻഹയുടെ ചരിത്രം പറയാതെ ഒരിക്കലും നമുക്ക് ഹിജ്റ ചരിത്രം പൂർത്തിയാക്കാൻ കഴിയില്ല. ഈ ഹിജ്റ ചരിത്രത്തിൽ വളരെ നിർണായകമായ ഒരു രംഗം സൃഷ്ടിച്ചതാണ് ഉമ്മു മഅബദ് റളിയല്ലാഹു അൻഹ. ആടിൻ്റെ പാല് നമ്മൾ നേരത്തെ മസ്റയിൽ നിന്ന് കറന്നെടുത്ത പാല് ഇവിടെ ചൂടാക്കുന്നുണ്ട്. ഈ പാല് നമുക്ക് എല്ലാവർക്കും കുടിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ സ്ഥലം നമുക്ക് പകൽ വെളിച്ചത്തിൽ തന്നെ കാണണമെന്നും നിങ്ങൾക്കത് കറക്റ്റ് പകൽ വെളിച്ചത്തിൽ കാണിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ വന്ന് നമ്മളിവിടെ വീണ്ടും ഹൈമൊക്കെ ഉണ്ടാക്കിട്ടോ. അപ്പോൾ ഉമ്മു മഅബദ് റളിയല്ലാഹു അൻഹയുടെ ഖൈമ ഉണ്ടായ ഭാഗത്ത് നമ്മളൊരു തൽക്കാലം ഒരു ചെറിയ സംവിധാനം ഇവിടെ ഒരുക്കി നമുക്ക് ഇൻഷാ അല്ലാഹ് അവരുടെ കഥ ഹിജ്റ ചരിത്രത്തിൽ ഉമ്മു മഅബദ് റളിയല്ലാഹു അൻഹ ചെയ്ത ആ സംഭവം നമുക്കൊന്ന് അനുസ്മരിക്കാം. വരും ഇൻഷാ അല്ലാഹ്. കുറച്ച് സലാത്ത് ആദ്യം അങ്ങ് ചെല്ലാം നമുക്ക് ഇൻഷാ അല്ലാഹ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും ഒരുപോലെ ഇത്തിഫാക്കായി റിപ്പോർട്ട് ചെയ്ത ഒരു സംഭവമാണ് മഹദിയുടെ ഈ ഒരു സംഭവം. അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖത്ത് ഇവരെങ്ങനെ കൊണ്ടുവരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. അങ്ങനെ അവരുടെ കൈയിൽ സൂക്ഷിച്ച ഭക്ഷണമൊക്കെ കയ്യാറായി. ഭക്ഷണവും മറ്റു സാധനങ്ങളൊക്കെ സാമഗ്രികൾക്കൊക്കെ അങ്ങനെ കഴിഞ്ഞു വരാൻ തുടങ്ങണം. അപ്പോൾ ആ സമയത്ത് ഗൈഡായ അവർക്ക് വഴികാട്ടിയായ അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖത്ത് അവരോട് പറയാണ്, നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഈ വഴിയിൽ ഒരു ഉമ്മു മഅബദ് എന്ന് പറഞ്ഞൊരു പെണ്ണുണ്ട്. അവരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ തന്നെ ഇങ്ങനെ അരപ്പെട്ട കാല് കെട്ടിക്കാണ്ട് ഇരിക്കുന്ന ആളാണ്. വയസ്സായ പെണ്ണാണ്. പക്ഷേ അവരുടെ ഒരു സ്വഭാവം ഭർത്താവിൻ്റെ കൂടെ അവർ വീട്ടിലിരിക്കുമ്പോൾ ഒരു കയറെടുത്തുകൊണ്ട്, ആരെങ്കിലും കയ്യിൽ കയറുണ്ടോ, എന്താണ് ഇങ്ങനെ ഈ മുട്ടിങ്ങനെ സാധാരണ ഇരിക്കുമ്പോൾ ക്ഷീണം വരാതിരിക്കാൻ വേണ്ടി കയറ് കെട്ടിയിരിക്കും. അങ്ങനെ ഒരു പെണ്ണുണ്ട്. അവരുടെ അടുത്ത് പോയാൽ നമുക്ക് ഇൻഷാ അല്ലാഹ് പാലും ആവശ്യമായ ഭക്ഷണമൊക്കെ ലഭിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖുൽ അക്ബർ തങ്ങളും ഇവിടെ വന്നു. അവർ വന്നപ്പോൾ അവിടെ കഥ വളരെ മോശമാണ്. കാരണം വറുതിയുടെ കാലമാണ്, ക്ഷാമകാലമാണ്. അപ്പോൾ ക്ഷാമകാലത്തായതുകൊണ്ട് തന്നെ അവരുടെ പാലുമില്ല, ഭക്ഷണവുമില്ല, ഒന്നുമില്ല. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് ഒന്നുമില്ല. അപ്പോൾ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് ആടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അത് ആടുണ്ട്, പക്ഷേ അതിലൊന്നുമില്ല, പാലുമില്ല, ഞങ്ങളൊന്ന് കറക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പം അവരെന്ത് ചെയ്തു, ഒരു തമാശയായിട്ട് ഓക്കെ കറന്നു നോക്കി അങ്ങനെ പറഞ്ഞാൽ ഒരിക്കലും ഒന്നും കിട്ടാൻ പോകുന്നില്ല, എന്നാലും നിങ്ങളങ്ങ് കറന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചെന്നു. ആ പാലങ്ങ് ചുരത്തിയപ്പോൾ നന്നായി ധാരാളം പാലുകൾ അവർക്ക് ലഭിക്കുകയും മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖുൽ അക്ബർ തങ്ങളും മതിവരുവോളം കുടിക്കുകയും അതിനുശേഷവും പാലവിടെ ബാക്കിയായി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുശേഷം അവിടെ നിന്ന് വിശ്രമിച്ചു. കുറച്ച് സമയം ഒന്ന് വിശ്രമിച്ച ശേഷം അവിടുന്ന് യാത്ര തുടങ്ങി. ഏകദേശം ഒരു ഉച്ച സമയത്താണ് ഈ ഭാഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിപ്പെടുന്നത്. അങ്ങനെ ആ ഉച്ച വിശ്രമം കഴിഞ്ഞ് നമ്മൾ ഇന്നലെ തന്നെ സൂചിപ്പിച്ചിരുന്നു, പറഞ്ഞപ്പോൾ ഇന്നത്തെ യാത്രാ വിവരണത്തിൽ പറഞ്ഞിരുന്നു, എവിടെ എത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെ പുറപ്പെടും, എന്നിട്ട് ഉച്ചയാകുമ്പം ഒന്ന് വിശ്രമിക്കും, എന്നിട്ട് ഒരു 1-1.5 മണിക്കൂർ ഉറങ്ങിയിട്ട് വീണ്ടും പുറപ്പെടും. അങ്ങനെ രാത്രിയാകുന്നത് വരെ, ഇരുട്ടാകുന്നത് വരെ പുറപ്പെടും. ഇതായിരുന്നു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ശൈലി. ചൂടുള്ള നല്ല ഉഷ്ണകാലമായിരുന്നു. അപ്പോൾ ഉച്ചക്കുള്ള യാത്ര അല്ലെങ്കിലും അറബികൾക്ക് ഈ ഉച്ചക്ക് ഉറക്ക് ഒരു സാധാരണ. അപ്പോൾ നേരത്തെ നമ്മൾ ഈ ഹിജ്റ തുടങ്ങുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ അടുത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പുറപ്പെട്ട ദിവസം വന്നത് ഏത് സമയത്താണ്? ഉച്ച സമയത്താണ്. കാരണം എന്താ, ഉച്ച സമയത്ത് എല്ലാവരും ഉറങ്ങണ സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയം നോക്കിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ എത്തുന്നത്. അങ്ങനെ അവർ ഒക്കെ ഭക്ഷണമൊക്കെ കഴിച്ചു പോയി. ആ സമയത്ത് ഉമ്മു മഅബദിൻ്റെ ഭർത്താവ് അവർ വിശ്രമിക്കുകയാണെന്നാണ് ഒരഭിപ്രായം. അതല്ല, അവർ യാത്രയിലാണെന്നും മറ്റ് 2 റിവായത്തുകൾ കാണുന്നുണ്ട്. ഏതായാലും അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ, ഒന്നിരിക്കും ഉറക്കത്തിൽ നിന്ന് എണീറ്റ്, അല്ലെങ്കിൽ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഇവരെ കാണുകയാണ്. അവിടെ പാല്, നിറയെ പാല് സമൃദ്ധമായ രീതിയിൽ കാണുകയാണ്. അവർ ചോദിച്ചു ഇതെന്താ സംഭവം, ഇതെന്താണ്? അപ്പോഴാണ് ആ ഉമ്മു മഅബദ് റളിയല്ലാഹു അൻഹയുടെ സുപ്രസിദ്ധമായ ആ വചനം ലോക ചരിത്രത്തിൽ വളരെ സുന്ദരമായ രീതിയിൽ അടയാളപ്പെടുത്തിയ ഒരു വാക്കാണ്. റഅയ്തു റജുലൻ ലാഹിറൽ വലാഅതി അബ്ലജൽ വജ്ഹി ഹുസ്നൽ ഖുലുഖി എന്ന് തുടങ്ങി വളരെ നീണ്ട ഒരു വിശേഷണം ഭർത്താവിന് വിശേഷിപ്പിച്ചു കൊടുക്കുകയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യം, അവിടുത്തെ നടത്തം, അവിടുത്തെ ഇരുത്തം, അവിടുത്തെ പുഞ്ചിരി, അവിടുത്തെ ശരീരത്തിൻ്റെ രൂപം, അവിടുത്തെ നീളം, അവിടുത്തെ തൊലിയുടെ കളറ് എന്ന് വേണ്ട എല്ലാം സംസാരിക്കുമ്പോൾ ഇങ്ങനെ മുത്തുകൾ, പവിഴങ്ങൾ ആ വായയിൽ നിന്ന് ഉതിർന്നു വീഴുന്ന പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞപ്പോൾ അത്ഭുതം തോന്നി അബൂ മഅബദിന്.
ഉമ്മ മഅബദിൻ്റെ ഭർത്താവ് അബൂ മഅബദിന് അത്ഭുതം തോന്നി. അങ്ങനെ കാലങ്ങൾക്ക് ശേഷം ഈ സഹോദരി, അന്ന് ഇത് നബിയാണെന്നോ ഇത് സിദ്ദീഖാണെന്നോ ഇത് ആരാണെന്നൊന്നും അവർക്ക് മനസ്സിലാകുന്നില്ല. കാലങ്ങൾക്ക് ശേഷം അവർ മുസ്ലിമാകുന്ന സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. മാത്രമല്ല ഇവിടെ മറ്റൊരു ട്വിസ്റ്റ് കൂടി സംഭവിക്കുക. ഈ മക്കയിൽ നിന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടേക്ക് പോയി, എല്ലാ ഭാഗങ്ങളും യസ്രിബിലേക്ക് പോകേണ്ട കാഫിലയുടെ വഴികളും അല്ലാത്തതും അവർക്ക് കഴിയുന്ന മുഴുവൻ, എത്രത്തോളം നമ്മൾ പറഞ്ഞല്ലോ ഹാർ സൗറിൻ്റെ മൂല ആ പൊത്ത് വരെ അവർ വന്നു, അള്ളാഹുവിൻ്റെ സംരക്ഷണം കൊണ്ട് രക്ഷപ്പെട്ടാണല്ലോ. പിന്നെ വടക്കോട്ട് പോകാതെ തെക്കോട്ട് പോയി വീണ്ടും പടിഞ്ഞാറോട്ട് പോയി സാഹിലിലൂടെയാണ് നമ്മൾ വന്നല്ലോ, ആ വഴി നമ്മൾ കണ്ട വഴിയിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത്. അങ്ങനെ ഈ ഒരു മക്കക്കാരിങ്ങനെ അറിയാതിരിക്കുന്ന സന്ദർഭത്തിലാണ് ഒരു കവിത പാടുന്നത്. ജസല്ലാഹു റബ്ബുന്നാസി ഖൈറ ജസാഇഹി റഫീഖൈനി ഹല്ല ഖൈമതൈ ഉമ്മ മഅബദിൻ്റെ 2 ടെൻറ്റുകളിൽ ഇറങ്ങിയ അള്ളാഹു 2 കൂട്ടുകാർ, അവർക്ക് അള്ളാഹു പ്രതിഫലം നൽകട്ടെ, അവർ ഖൈറുന്നാസാണ് എന്ന രീതിയിൽ ഹുമാനസല ബിൽ ബർരി സുമ്മാ തറവഹ, അവർ 2 പേരും ഈ മരുഭൂമിയിൽ ഇറങ്ങി. എന്നിട്ടോ ഫഅഫ്ലഹ മൻ അംസ റഫീഖ മുഹമ്മദി, മുഹമ്മദ് എന്ന റഫീഖ ആരൊക്കെ തൊട്ടോ അവരൊക്കെ വിജയിച്ചു. മാത്രമല്ല സലു ഉഖ്തക്കും അൻഷാതിഹാ വ ഇനാഇഹാ എന്ന് പറഞ്ഞിട്ട് ഈ കവിത നീണ്ടിങ്ങനെ പോകാം. നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് നമുക്ക് അതൊക്കെ വിശദീകരിക്കാം. ഏതായാലും ചുരുക്കത്തിൽ ഈ ഒരു കവിത മക്കയിൽ ആരോ പാടി, അതോടുകൂടെയാണ് ഈ വഴിയിൽ ഉണ്ട് എന്ന ഒരു ധാരണ എത്തുന്നത്. അപ്പോൾ ഈ വഴിയിലെത്തി ഇപ്പം ഒരു പ്രധാന നടപ്പാത പോകുന്ന ഒരു വഴിയിലാണ്. ഏകദേശം ഖുദൈദിൽ നിന്ന് വാദി ഖുദൈദിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ് ഈ ഭാഗമെന്ന് അൽ ജസീറയുടെ ചാനലിലും അതുപോലെ തന്നെ ഡോക്ടർ ഖാലി അബ്ദുള്ള അൽ ഖാലിയുടെ ഗ്രന്ഥത്തിലുമൊക്കെ നമുക്ക് ഡോക്ടർ അബ്ദുള്ള ഹുസൈൻ അൽ ഖാലിയുടെ ഗ്രന്ഥത്തിലും അതുപോലെ മക്കയിലെ ഹുസൈൻ ബർക്കാവിയുടെ ഗൈഡൻസ് അനുസരിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഈ ഭാഗത്ത് വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ആ ഉറക്കവും കഴിഞ്ഞ് ഇവിടുന്ന് വീണ്ടും യാത്ര തുടങ്ങുകയാണ്. ഇവിടുന്ന് പിന്നെ പോകുന്നത് അടുത്ത സ്റ്റേഷൻ, നമുക്ക് ഇൻഷാ അല്ലാഹ് അങ്ങോട്ട് പോകാം, അടുത്ത സ്റ്റേഷനിലേക്ക് പോകാം. വാദി ഖുദ. ഇവിടുന്ന് നമുക്ക് നമ്മൾ അൽഹംദുലില്ലാഹ് ആ സാന്ദർഭികമായിട്ട് തന്നെ നേരത്തെ നമ്മൾ കയ്യിൽ വെച്ചിരുന്ന ഫ്രഷ് പാലും നമ്മൾക്ക് കിട്ടി, അതൊക്കെ ഇവിടുന്ന് കുടിക്കാൻ സാധിച്ചു. ഒരു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അടുത്ത് വാദി ഖുദൈദാണ് നമ്മൾ പോയ വാദി ഖുദൈദ്. ഈ വാദി ഖുദൈദ് വഴി അവിടെ നമ്മൾ ഇറങ്ങേണ്ട ആവശ്യമില്ല, കാരണം അത് 150 കിലോമീറ്റർ നീളം ഖുലൈമ വരെ നീണ്ടു കിടക്കുന്നൊരു സ്ഥലമാണ്. അങ്ങോട്ട് നമുക്ക് പോകാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു അല്ലാഹ്